ടിഷ്യൂ ഇരിക്കുന്നുണ്ട് അവിടെ, അത് കഴുകും. ഹലോ, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് ഒരു സൺഡേ ആണ്, അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് തന്നെ എണീറ്റപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് അച്ഛൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് ക്ലീനിങ് ഒക്കെ ചെയ്തു, അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ കാണാം. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവും നോക്കാട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോണേന്ന്. പക്ഷേ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇന്ന് ഒരു വീട്ടിലത്തെ ഒരുവിധം പണികൾ ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് അനിയൻ്റെ മക്കൾ ഇവിടേക്ക് പോവാം, ദുബായിലേക്ക് പോവാം. അപ്പോൾ അവരെ കാണാൻ പോകണം. പിന്നെ ഞങ്ങൾക്ക് തിരുവാതിര കൈക്കൊട്ടിക്കളിയുടെ പ്രാക്ടീസ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. പിന്നെ ഇന്ന് നോമ്പ് തുറയുണ്ട്, കൃഷ്ണാപുരത്തെ വായനശാല സംഘടിപ്പിക്കുന്ന ഒരു നോമ്പ് തുറയുണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നമുക്ക് ചേട്ടൻ ചെയ്യണേ. ഞാൻ ഈ നമ്മുടെ മുളക് പോയി ചെടി ഉണ്ടല്ലോ, അതിനൊന്നും പാവാന്ന് വെച്ചിട്ടേ അത് കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നത് ചെയ്യാൻ. അത് ഇതിലാക്കി മണ്ണാക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ടല്ലോ. മാറ്റി നടാൻ അല്ലേ. അതുപോലെ ഇഞ്ചിന്ന് കുളിക്കണം, ഉണ്ടാവോ? അത് കുറച്ച് നാളായി അത് മാറ്റി പോകണം. അത് ഇല്ല പൂച്ച വന്ന് മാന്തണ്ട് മതിലും വയ്ക്കുമ്പോൾ താഴെ വെക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാകും. നമുക്ക് അതിന് പണിയുണ്ട്. ചാണകം എടുത്തിട്ട് കഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ പൂച്ച വരില്ല. പൂച്ചകൾക്ക് അത് ഇഷ്ടമല്ല. കേട്ടോ ചേട്ടൻ നട്ടത് പാത്രത്തിൽ നട്ടു. ഇതിലും ഉണ്ട് മുളകും തൈകൾ. ഞങ്ങളുടെ കറിവേപ്പിൻ്റെ മരം അപ്പുറത്തെ പറമ്പിലാണ്, എന്നാലും ഞങ്ങൾ വെച്ചതാണ്. വെള്ളച്ചടാ നീ ഇതെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടാ അതിൻ്റെ എല്ലൊക്കെ കണ്ട അത് ഇതിൽ നട്ടോണ്ടാവും. മാറ്റി കൊണ്ടോക്കാം. സ്പ്രേ ബോട്ടിൽ നല്ലതാണ് മേടിക്കണം ഉള്ളിലെ ചെടികൾക്ക്. ഇന്ന് വർക്കുണ്ടോ? സൈറ്റുണ്ട്. എവിടെയാ? വാഴക്കോട് ചാലക്കര റോഡ്. ഷാൻവാറിന്റെ സൈറ്റില്ലേ? സൈറ്റ് എവിടത്തെയോ? മറ്റേ മഞ്ചേരി റെഡ്ഡിയുടെ സൈറ്റില്. റെഡ്ഡിയുടെ സൈറ്റിൽ രാത്രി പോകാൻ പറഞ്ഞല്ലേ. റെഡ്ഡിയുടെ സൈറ്റ് തീർത്തുന്നു. പിന്നെ പരിപാടി ഉണ്ടല്ലോ. ഇടല്ലേ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ സൺഡേ കൊണ്ട് നേരം വീട്ടിൻ്റെ ആവശ്യമായിട്ടത്തെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റൊക്കെ പേപ്പറും വേസ്റ്റൊക്കെ കത്തിക്കാണ്ടായിരുന്നൊക്കെ കത്തിച്ചിട്ടുണ്ട്. ചെടികളൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്.
കാലത്തെ പണികളിൽ ഞാൻ ഫ്രീ ആയി. കാര്യമായിട്ടുണ്ടാവില്ല കേട്ടാ, വലിയ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. മണ്ണിലിടണല്ലേ, ഒന്നുമില്ലേ? അയ്യോ, ഇത് നട്ട സാധനം തന്നെയല്ലോ. ഇഞ്ചിക്കട പറ്റിച്ച്. ഇഞ്ചി നട്ടിട്ടൊക്കെ കാര്യമില്ല അല്ലേ? നട്ടത്രഞ്ഞല്ലോ. ഈ ഒരു ഭാഗം നട്ടുണ്ടായിരുന്ന ഇത്തിരി ഭാഗം ഇതിങ്ങനെ മട വന്നിട്ട് ഇത്ര വരെ ആയില്ലേ? പക്ഷെ ഇതെന്നാലും ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചു. ഉണ്ടുമണികളായിട്ട് നിൽക്കണണ്ടപ്പോ ഞാൻ വിചാരിച്ചു ശോകമാണല്ലോ. ആണേ, ഇതിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും അല്ല തോന്നുന്നു. അയച്ചില്ല, വെള്ളമെടുക്കുന്ന സമയം അയച്ചു. വെള്ളമെടുക്ക കുറെ നാളല്ലേ നട്ടിട്ട്? ഏതോ ഒരു സമയത്ത് ഇഞ്ചിക്ക് വില കൂടിയ സമയത്താണ് ചെറുത് കൊണ്ട് നട്ടത്. വെള്ളം നന്നായി പോയിട്ടേ കുറച്ച് വെള്ളം വയ്ക്കാൻ പാടുള്ളൂ. ഇഞ്ചിക്ക് പോകുന്നുണ്ട്, നിറച്ച് വെള്ളം കൂടുതലാണ്. അതെയേ, എന്താ അത്? അടുത്ത് കഴുകിയ വൈറ്റ് കൊടുത്ത് കഴുകിയ ഇതെടുക്ക്, പോയി കഴുകട്ടാ. വെയിലത്ത് ഉണക്കാൻ വെക്കി. ഇനി ഏതെങ്കിലും ചപ്പിൽ കഴുകാണ്ടെങ്കിൽ അത് കഴുകിയ. സാധാരണ ഞായറാഴ്ചയാണ് കേട്ടോ ഇതിനൊക്കെ സമയം കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ക്ലീനിങ് ഡേ ആണ്. കാലത്ത് തന്നെ അഭിച്ചേട്ടൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എനിക്ക് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഇതേ കിളിക്കൂടിൻ്റെ താഴെയൊക്കെ തിന്നിയില്ലല്ലോ, അതിൻ്റെ വേസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നിറച്ച് പൊടിയായിരിക്കും. പിന്നെ ഇവിടെ നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ മരങ്ങളില്ലെങ്കിലും എല്ലാ ഇലകളും ഞങ്ങളുടെ മുറ്റത്തുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇന്ന് കൂട്ടി കത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിപ്പോൾ ഒരു സൈഡിൽ കൂട്ടി കളഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് കാറ്റത്ത് തിരിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ കത്തിക്കുമ്പോൾ ഇച്ചിരി റിസ്ക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പൈപ്പ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടേക്കാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കെടുത്തണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കെടുത്താലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ പൈപ്പൊക്കെ കറക്റ്റ് ഞാൻ കത്തിക്കണേൻ്റെ അവിടെ റോഡിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. Come on, baby. സാധാരണ ആദ്യക്കൂട്ടനാണ് കേട്ടോ എൻ്റെ കൂടെ ഇതിനൊക്കെ കൂടാറ്. അബ്ചേട്ടനും ഉണ്ടാവാറില്ല. ആള് സൈറ്റിൽ പോവുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ആദ്യം ഞാനാണ് ഇങ്ങനത്തെ പണികളുടെ മെയിൻ ആൾക്കാർ. പക്ഷെ ഇന്ന് അബ്ചേട്ടൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി അധികം ഡീപ്പായിട്ട് വൃത്തിയാക്കാൻ പറ്റിയായിരുന്നു. ആമി ഇന്ന് റെസ്റ്റില്ല. ആമി അവിടെ ഇരിക്കുന്നുണ്ട്, പേപ്പർ വായിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് അവളവിടെ ഇരിക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന പുല്ലൊക്കെ ഞാനും അബ്ചേട്ടനും കൂടെ പറിച്ചു കളഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ സൈഡിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിൽ. പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പുല്ല് മുളച്ചിട്ടുണ്ട്, അതൊക്കെ പറിച്ചു. അബ്ചേട്ടൻ ഇപ്പോഴത്തെ സൈഡിലുള്ളത് കൈക്കോട്ടുകൊണ്ട് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തു, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഡീപ്പായിട്ട് വൃത്തിയാക്കി കൂട്ടാന്ന് വെച്ചിട്ട്. പിന്നെ കത്തിച്ചതൊക്കെ കറക്റ്റാക്കിയിട്ട് കെടുത്തിട്ടോ. പച്ചലയും ഇതൊക്കെ ആക്കി വെള്ളമൊക്കെ തെളിച്ച് ഞങ്ങളത് കൺഫേം ചെയ്തിട്ടാണ് പിന്നെ അത് റോട്ടിൽ നിന്ന് കയറിയത്. അപകടമല്ലേ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചില്ല എന്നെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണോ വീട്ടിൽ കയറിയത്.
പിന്നെ അവിടുത്തെ പണികളൊക്കെ ഒതുങ്ങി ഞാൻ ഇനി അവിടെ ചുറ്റിത്തിരിഞ്ഞാൽ വേറെ കിച്ചണിലൊരു പണി നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. അവിടെ ആദ്യം അബ്ചേട്ടനും തുടർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആമി അവിടെ ഇരുന്ന് അന്തസ്സായിട്ടിരുന്ന് പേപ്പർ വായിച്ചു. അത് മടക്കി വെച്ച അത് കഴിഞ്ഞതേ ഞാൻ അകത്ത് കയറിയിട്ടോ. അതേ പിള്ളേർ എണീറ്റ് വന്ന പായ പോലും മടക്കി വെച്ചിട്ടില്ല. എല്ലാവരും ഇപ്പോൾ ഈ റൂമിലാണ് കിടക്കുന്നത്. AC ഒരു റൂമിലുള്ളൂ. അപ്പോൾ അവരിവിടെ വന്ന് കിടക്കുന്നത് ഇപ്പോൾ താഴെ. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടോ. കാലത്തത്തെ ഫുഡിൻ്റെ പണിയില്ല എങ്കിലും ഉച്ചയ്ക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അനിയൻ്റെ അവിടേക്ക് പോകണമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വേഗം കയറിയത്. അപ്പോൾ വേഗം ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക ചെയ്യാറ്. അപ്പോൾ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് അതിലേക്ക് ഇറക്കി വെച്ചിരുന്നു. പിന്നെ വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. വല്ലാണ്ട് വെച്ചാൽ ഞങ്ങൾക്കിത് നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ലൈറ്റായിട്ട് മതി എന്ന് കരുതിയിട്ട് ഇന്ന് വെണ്ടക്കായ ഉപ്പേരിയാണ് കേട്ടോ വെച്ചത്. വെള്ളം കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ പേര് പറയുന്നിട്ടുണ്ട് വെള്ളം കുടിക്കേണ്ട ഇഷ്ടമില്ല, ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ. പക്ഷേ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കുപ്പി കൊണ്ടുപോയി ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. ആമിയുടെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളാട്ടോ അത്. അപ്പോൾ ആമി അതുകൊണ്ട് ഞാൻ പറഞ്ഞ റെസ്റ്റിലാണ്. അപ്പോൾ ആമിക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടായിരുന്നു അച്ചാച്ചൻ. അപ്പോൾ അത് കൊടുത്തോളം ഒരു പിടിയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എല്ലാത്തിനും ഒരു 5-10 വെച്ചിട്ട് കൊടുത്ത് തിന്നാൻ കൊടുക്കുകയാണ്. എന്നാലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും അവളത് എടുത്ത് കഴിക്കൊന്നുമില്ല. അപ്പോൾ അത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തേക്കാം എല്ലാത്തിനും കൊടുത്തിട്ട്. പിസ്ത ഇങ്ങനെയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് ആമി. ഒരു പിസ്ത പാളിപ്പോയി. രണ്ടാമത്തെ കഴിച്ചപ്പോഴാണ് അത് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയുള്ളത് ആൾക്ക്. സാധാരണ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. ആമി മ്യൂസിക് ക്ലാസ്സിന് പോകാറുണ്ട്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അവൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് അവൾ ഈ മന്ത് മ്യൂസിക് ക്ലാസ്സിൽ ലീവ് എടുത്തേക്കാം. പക്ഷേ ഇപ്പം എല്ലാ ദിവസവും ഭയങ്കര തിരക്കാണ്. ഇപ്പം ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്പലത്തിൽ തിരുവാതിര കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പ്രാക്ടീസിന് പോകും. അബ്ചേട്ടൻ ഏതെങ്കിലും സൈറ്റിന് പോകാണ്ടോ. പിന്നെ കാലത്ത് തൊട്ട് ഉച്ച വരെ എനിക്ക് നടുവൊടിവിനെ പോലെ സാധാരണ ഞായറാഴ്ചകളിൽ പണിയുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നതുകൊണ്ട് സൺഡേ മാത്രമാണ് ക്ലീനിങ്ങിന് സമയം കിട്ടുക. അപ്പോൾ അടിച്ചു വാരലും തുടക്കലും എല്ലാ ദിവസവും ചെയ്യും. എങ്കിലും ബാത്റൂം ക്ലീനിങ്, പിന്നെ മുറ്റം വൃത്തിയാക്കൽ, മുകളിൽ അപ്സ്റ്റെയറിൽ അവിടെയൊക്കെ അടിച്ചു വാരലും തുടക്കലൊക്കെ മിക്കവാറും ആ ദിവസങ്ങളിലാണ് ചെയ്യുക. അപ്പം നല്ല തിരക്കായിരിക്കും. ആദ്യകൂട്ടം ഷൂ കഴുകാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വൈറ്റ് ഷൂ കഴുകാൻ. അങ്ങനെ ആളിപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിലാണ്. അമ്മയുടെ വെള്ള ഷൂ ഇരിക്കുന്നത് അവിടെ, അത് കഴുകും. ഞാനിങ്ങനെ സർവ്വവ്യാപിയായിട്ട് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഞാൻ കിച്ചണിൽ ഇതേ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതൊക്കെ വേഗമൊക്കെ ഒതുക്കി വെച്ചു. എനിക്ക് അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചെടുത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ബേസിനിൽ നിന്ന് തന്നെ എപ്പോഴും യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പണി കഴിഞ്ഞാൽ അതിലത്തെ വെള്ളം ഇപ്പം ഇന്നലെ രാത്രി കഴുകിയതാണല്ലോ, അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ അത് എടുത്തും വയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ ലേറ്റായി, സൺഡേ ആണല്ലോ. സൺഡേ സാധാരണ ദിവസത്തെ പോലത്തെ റൂട്ടീനൊന്നുമല്ല. അപ്പോൾ വേഗം വെണ്ടക്കായൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ. വെണ്ടക്കായ ഒരു 3-4 തവണയൊക്കെ കഴുകും. അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ നിന്നപ്പോൾ ആമി അരിയാൻ വന്നപ്പോൾ ആമി എനിക്ക് ബാക്കിയൊക്കെ അരിഞ്ഞു തന്നു കേട്ടോ. റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നതുകൊണ്ട് ചോറ് വെക്കലൊരു വലിയ പണിയൊന്നല്ലേ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അടുപ്പുണ്ട്, പക്ഷെ ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. ഇത് പുറത്തേക്കാണ് അതിൻ്റെ ഫ്ലെയിം വരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം കുക്കിങ്ങിന് എടുക്കുക. അപ്പോൾ ഞാൻ പുറത്തൊരു ചെറിയ സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ മെയിനായിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്ഥിരം എനിക്ക് അറിഞ്ഞൂടാ ഇത് ചെയ്യാൻ പാടുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാട്ടോ മെയിനായിട്ട് ഇങ്ങനത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെ ചെയ്യാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ നേരം അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കാല് കഴിക്കും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കയറിയിരിക്കും. അത് അത്ര വലിയ കാല് കഴപ്പുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഒരു സുഖം പിടിച്ചു ഇപ്പോൾ അവിടെ കയറി ഇരുന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ. അങ്ങനെ ആമീനെ ഞാൻ കിച്ചണിലോട്ട് കയറ്റി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. എന്താ വെച്ചാൽ അവളുടേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. മാഗി ഉണ്ടാക്കൽ, ചായ ഉണ്ടാക്കൽ, പാല് കാച്ചലൊക്കെ ചെയ്യുമായിരുന്നു. മുട്ട ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ കട്ടിങ്ങിനും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. എന്ന് വെച്ചാൽ കൈയൊക്കെ മുറിഞ്ഞാലോ പുലിവാലാവോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇന്ന് എനിക്ക് വെണ്ടക്കായൊക്കെ നന്നായി അരിഞ്ഞു തന്നായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഒരു ഹെൽപ്പല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് തരുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അപ്പളേക്കിനും സവോളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. അപ്പോഴേക്കും അവൾ അതൊക്കെ നന്നാക്കി എനിക്ക് തന്നു.
എന്നെ സംബന്ധിച്ച് കിച്ചണിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് കിച്ചണിൽ ആരെങ്കിലുമൊക്കെ ഉള്ളെങ്കിൽ ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ വർത്താനം പറഞ്ഞ് നിൽക്കാനായാലും എല്ലാത്തിനും ഒരാൾ കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാലും മതി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇവരുടെ തിരക്കിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ എപ്പോഴും കിച്ചണിലാവും തന്നെ. അപ്പോൾ അതെനിക്ക് ഇത്തിരി വിഷമമാകും. പിന്നെ ഞാൻ യൂട്യൂബിൽ ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പണി ചെയ്യാറ്. അങ്ങനെ അതേ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. ഫുഡ് കഴിക്കാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലാണ്ടാണ് ആളിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നതേ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും അവൾക്ക് മഞ്ഞൾ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിൽ നിന്ന് പച്ചമഞ്ഞൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയിലിട്ട് അരയ്ക്കുകയാണ്. കുറച്ചിട്ടാൽ അത് മിക്സിയിൽ അരയുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 സ്റ്റിക്കുള്ളത് ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. എനിക്കല്ലാതെ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചെറിയ മിക്സിയിൽ ജാറിലായാലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ചെയ്യാൻ. അപ്പോഴേക്കും അഭിച്ചേട്ടൻ സൈറ്റിൽ പോകാനായിട്ട് സമയം ഉണ്ടായിരുന്നു. അതെന്തോ മെഷർമെൻ്റ് എടുക്കാനും എന്തിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുൾ ഡേ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അഭിച്ചേട്ടൻ പോയി. ഞാൻ ആമിയുടെ കാര്യങ്ങളൊക്കെ സൺഡേ ആയതുകൊണ്ടൊക്കെ സ്ലോവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അനിയൻ്റെ അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. കാരണം അവരവിടെ ഇല്ല. പിന്നെ അപ്പോൾ നമുക്ക് മൺഡേ പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ പിന്നെ ആ പോക്ക് വേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള പണികൾ ഇച്ചിരി സ്ലോവിൽ തന്നെ ചെയ്തത്. അങ്ങനെ പിന്നെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെളിച്ചെണ്ണ തേച്ച് നന്നായി വെളിച്ചെണ്ണ തേച്ച് കുളിക്കണ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ തലയിലൊക്കെ നന്നായി എണ്ണ വാരിപ്പൊത്തി തേക്കും. അതിങ്ങനെ കുറേ കുനിഞ്ഞൊക്കെ നിന്നിട്ടും മസാജ് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണ ദിവസം. അപ്പോൾ ഞാൻ ബാക്കിൽ പോയിട്ടാണ് ഇന്ന് ചെയ്തത്. പിന്നെ അപ്പോഴത്തേക്കും തുണികൾ കഴുകാനുണ്ടാവും. പിന്നൊക്കെ ഷടപടേന്ന് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണയൊക്കെ വിയർപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ വേഗം ചെയ്ത് ഇനി വേഗം കുളിക്കണം. കുളിച്ചിറങ്ങിയാലേ പിന്നെ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ വേഗം തുണികളൊക്കെ ഇടാൻ പോയി. ഇത് ആദ്യം ഷൂ കഴുകിയത് ഇവിടെ ഊഞ്ഞാൽ പോലെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഓൾറെഡി ഉണങ്ങിയുള്ള തുണികളൊക്കെ മാറ്റിയിട്ട് വാഷിംഗ് മെഷീനിൽ തുണികൾ കാലത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോരിട്ട് പിന്നെ ഞാൻ കഴുകി എല്ലാ തുണികളും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. യൂണിഫോം ഇന്നേഴ്സൊക്കെ ഞാൻ അലക്കല്ലുമ്പോൾ തന്നെയാണ് തിരുമ്പാറ്. അപ്പോൾ പിന്നെ അതൊക്കെ വേറെ കഴുകി കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ വേഗം തോരിട്ടു. അത് കഴിഞ്ഞ് പിന്നെ മുകളിലത്തെ റൂമിൽ തന്നെയാണ് ഉണങ്ങിയ തുണികൾ കൊണ്ടുവന്നിടുക. പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യണമല്ലോ. കാണുമ്പോൾ തോന്നും ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ അത്യാവശ്യം സമയം പോണ പണിയാട്ടോ. പിന്നെ അഭിച്ചേട്ടൻ്റെ തേക്കാനുള്ള ഡ്രസ്സ് ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ കൊടുക്കുക ചെയ്യുക. നമ്മൾ എത്ര അയൺ ചെയ്താലും ആൾക്ക് തൃപ്തിയാവില്ല. പിന്നെ അതൊരു പണിയാണ്. അപ്പോൾ പിന്നെ ആളത് അയൺ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ അതൊക്കെ കവറിലാക്കി സെപ്പറേറ്റഡ് ആക്കി. പിള്ളേർ യൂണിഫോം തേക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ വേറെ മാറ്റിയിട്ടു. അവിടെയാണ് അയൺ ചെയ്യാനുള്ള ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇത് ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ താഴെ റൂമിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ. എന്നാലും ഞാൻ ഇവിടെ ഇരുന്നിട്ട് മടക്കി വെക്കാറുള്ളൂ. മുകളിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ വേഗം കുളിക്കാൻ ഓടിയിട്ടാണ്. ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് തിരുവാതിര പ്രാക്ടീസ് ഉണ്ട്. 2 മണിക്ക് പോകണം. വല്ലാതെ ലേറ്റായി തുടങ്ങി. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിൻ കെയർ ഞാൻ നിർബന്ധമായിട്ട് ചെയ്യും കേട്ടോ. അത് ഞാൻ നമ്മുടെ ഒരു സെൽഫ് കെയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എത്ര സമയമില്ല എന്നുണ്ടെങ്കിലും ഞാൻ അതൊക്കെ ചെയ്യും കേട്ടോ. അത് സിറം, മോയ്സ്ചറൈസർ അതൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ലിപ് ബാം അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേക്കും അഭിച്ചേട്ടൻ ഇത് കഴിഞ്ഞ് വന്നായിരുന്നു. ചിലവരൊക്കെ വിചാരം ഈ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് മേക്കപ്പ് എന്നുള്ള രീതിയിലാണ് കാണുന്നുള്ളൂ. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. നമ്മുടെ സ്കിന്ന് നന്നായി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ പിമ്പിൾസ് വരും, അതൊക്കെ ഒരു സൈഡ് ഹോർമോണിൻ്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ വരാം. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതിപ്പോൾ ബ്രൈറ്റ്നസ് ആയാലും അത് നമ്മൾ ബ്രൈറ്റ്നസ് ക്രീമുകളൊന്നും യൂസ് ചെയ്യണമെന്നില്ല. നോർമലി ചെയ്യുന്ന കുറച്ച് റുട്ടീൻസ് ഫോളോ ചെയ്താൽ നല്ല മാറ്റങ്ങൾ വരും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യമൊന്നും സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ യൂസ് ചെയ്ത് തുടങ്ങി പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെയാണ് മനസ്സിലായത് നമുക്ക് മൊത്തത്തിൽ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഇത് യൂസ് ചെയ്യണമെന്ന് പിന്നീടാണ് ഞാനതൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയത് അപ്പോഴാണ്. പക്ഷെ അത് ശ്രദ്ധിച്ച് തുടങ്ങിയത് തൊട്ടിട്ട് എൻ്റെ സ്കിന്നിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലിപ് ബാമും. പണ്ടൊക്കെ ചുണ്ടിങ്ങനെ നനച്ച് നടക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ നടക്കുന്തോറും നമ്മുടെ ചുണ്ടിന് ഡ്രൈനെസ് ആയാലും ബ്ലാക്ക് ആയാലും കൂടിയാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ലിപ് ബാം യൂസ് ചെയ്യും. രാത്രിയിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള യൂസ് ചെയ്യും. നോർമലി ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കളേർഡ് ലിപ് ബാം യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ അത് ചെയ്തത് ലിപ്സ്റ്റിക്കാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ എന്ത് പറയാനാ, പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് കരുതാറുള്ളൂ ഇപ്പോൾ. പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റബിളായിട്ട് നടക്കാന്ന്. ഇപ്പം നേരത്തെ കണ്ട കോലം അത് പണികളെടുക്കാൻ
എടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നടന്നിരുന്നത്. പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കണം എന്നാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് വല്ലാണ്ട് മേക്കപ്പ് കുറേ കണ്ണൊക്കെ എഴുതി അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എഴുതണം എന്ന് തോന്നിയാൽ ഞാൻ എഴുതും, അത് വേറെ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ അവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടുമാണ്, പ്ലസ് കളിക്കുന്നതിൻ്റെയും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കണ്ണെഴുതാനൊന്നും പോയിട്ടില്ല എന്ന്, കാരണം ആകെ വിയർക്കും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴേക്കും അഭിച്ചേട്ടൻ വന്നോട്ടോ. അപ്പോൾ ആമിയുടെ പ്രോഗ്രാം നടത്തണമല്ലോ, അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ കാര്യം ഇതൊക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം. എന്താ ചെയ്യേണ്ടത്, എന്താ പറയണ്ടേ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് കുറച്ചൊരു ഇരുന്നൊരു സമയം ഇത് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ തന്നെയായിരുന്നു. പിന്നെ ആമിക്ക് ഞങ്ങൾ അന്നൊരു പട്ടുപാവാട മേടിച്ചിട്ടുണ്ടായിരുന്നു അന്നേക്ക് ഇടാനായിട്ട്. അപ്പോൾ അത് നല്ല വലുതായിരുന്നു. അപ്പോൾ അത് ഓൾട്രേഷൻ ചെയ്യണമായിരുന്നു. അവളുടെ ഓൾട്രേഷൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. സ്റ്റിച്ചിങ് ഞാൻ അങ്ങനെ ചെയ്യില്ല. സ്കേർട്ടൊക്കെ ഒന്നും എനിക്ക് തയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെയുള്ള ഇതൊന്നും ഞാൻ അങ്ങനെ തയ്ക്കില്ല. അത് ഞാൻ പുറത്ത് തയ്പ്പിക്കാൻ കൊടുക്കുക ചെയ്യാറ്. ഞങ്ങളുടെ ഇക്കയുണ്ട്, ഇവിടെ ഇക്ക നന്നായി തയ്ച്ചു തരും. അപ്പോൾ ഇക്കടയിലെ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതേ ഇന്ന് പിന്നെ കിച്ചണിൽ എല്ലാവരും കയറി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം വറുക്കാണ്ട്, ഫ്രൈംസാണ് വറുത്തത്, പപ്പടമല്ല വറുത്തത്. അപ്പോൾ ഫ്രൈംസൊക്കെ വറുത്ത് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഞായറാഴ്ചകളിലാണ് ലഞ്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക. പിന്നെ ഡിന്നർ എല്ലാ ദിവസവും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ മിക്കവാറും ദിവസം ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നോമ്പ് തുറയുടെ പോകേണ്ട കാര്യവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആമിക്ക് കൊണ്ടുവന്നുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ കഴിച്ച കുറേ സാധനങ്ങളൊക്കെ ആമിക്ക് ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിശാന്തേട്ടനൊക്കെ. അപ്പോൾ പിന്നെ അത് കഴിക്കാനിരുന്നു. എനിക്ക് ഐസ്ക്രീം അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ, പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഡാൻസിന് പോകട്ടോ, കൈക്കുട്ടിക്കളി പഠിക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ കളിക്കാൻ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോകാം. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം. ഡാൻസ് കഴിഞ്ഞ് വന്ന്, പ്രാക്ടീസ് കഴിഞ്ഞ് വന്ന്, പിന്നെ ഇങ്ങനെ ഒരു കടുപ്പ. ഒരാളെ പഠിക്കാനിരുത്തിയതാ, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യം പറഞ്ഞാലും അവൻ ചെയ്യും, പഠിക്കുക മാത്രം ചെയ്യില്ല. മുന്തിരി തിന്നിരുന്നിട്ട് മതിയാ. ഞങ്ങൾക്ക് ഉത്സവത്തിന്, ഞങ്ങളുടെ ശിവൻ്റെ അമ്പലത്തിൽ ഉത്സവത്തിന് ഞങ്ങൾ തിരുവാതിര കളിക്കും. തിരുവാതിരയല്ല, വീരനാട്യം പോലത്തെ അങ്ങനത്തെ കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് കുറച്ച് ഹെവി അല്ലാതെ കളിക്കുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ചൂടും എല്ലാം കൂടി ആയിട്ട് വയ്യാണ്ടാവും. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വായനശാലയിൽ നോമ്പുതുറ നടക്കുന്നുണ്ട്. 1500 പേർക്ക് മുകളിൽ ആൾക്കാരുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് പോകണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ, ഒരു വേറെ വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ അത് പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. ചായ ഒന്നും അങ്ങനെ പതിവുള്ളതല്ല, അങ്ങനെ പതിവൊന്നുമില്ല, തോന്നിയാൽ കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചായ വേണോ? വേണോ ചായ? ചായ ഉണ്ട്. ആമീൻ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അഭിച്ചേട്ടൻ അവിടെ അടുത്ത പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്. ബൈ പറയടാ. ബൈ ഫ്രം ആദിക്കുട്ടൻ്റെ ആൻഡ് അമ്മ.